സാന്ത്വനത്തിൻ്റെ ചെറിയ പ്രമോശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിക്ക് മനസ്സിലാകുകയാണ് ചെയ്യുന്നത് ഓഫീസിൽ നിന്ന് നമ്മുടെ ആകാശ് എന്തിനാ ഇറങ്ങിപ്പോകുന്നതിനുള്ള കാര്യം സത്യം മനസ്സിലാക്കി. മീനാക്ഷിക്ക് ഭയങ്കരമായ വിഷമവും അതുപോലെ തന്നെ സങ്കടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഓഫീസിൽ ചെന്ന് അവരുടെ മേലെ തീർക്കുന്നുണ്ട്. വീണ ചേച്ചിയോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വീണ ചേച്ചി മീനാക്ഷിയും കൂടെ ആ മേഡത്തിനെ ശരിക്കും വലിച്ചിട്ട് കീറുന്നുണ്ട്. കാരണം അപമാനിക്കുന്നുണ്ട്. എനിക്കില്ലാത്ത പോരായ്മ നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും എൻ്റെ ഭർത്താവിൻ്റെ മേൽ കാണേണ്ട കാര്യമില്ല. എനിക്ക് അദ്ദേഹം എത്ര വലുതെന്ന് നിങ്ങൾക്കറിയോ. അതുപോലെ തന്നെ വെറുതെ ഒരു പലചരക്ക് കടയിൽ ചെന്നങ്ങായിട്ട് പൊതി കെട്ടിക്കൊടുക്കണ ജോലിയല്ല എൻ്റെ ഭർത്താവിന്. സ്വന്തം കടയിന് അങ്ങനത്തെ കട ഞങ്ങൾ ഇനിയും ഇടും. അത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ഒരു കടയുടെ മുതലാളിന് എൻ്റെ ഭർത്താവ് അല്ലാണ്ട് ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തിന് അങ്ങനെ നിങ്ങൾ വില കുറച്ച് കാണണ്ടെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഓഫീസിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്. പിന്നെ മീനാക്ഷി ഇങ്ങനെ ആലോചിക്കുന്നത് എന്തായാലും ആകാശിനും ഒരു കോംപ്ലക്സ് ഉണ്ട് മീനാക്ഷിയുടെ മുന്നിൽ. മീനാക്ഷിക്ക് പഠിപ്പുണ്ട്, ജോലിയുണ്ട്, ആകാശിന് അതില്ല എന്നുള്ളതിലേക്ക്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മീനാക്ഷി അത് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കില്ലായിരുന്നു. അങ്ങനെ മീനാക്ഷി ഒരു തീരുമാനം എടുക്കണം. ആകാശിനെ വീണ്ടും പഠിപ്പിച്ച് എന്തെങ്കിലും ഇതേപോലെ ഒരു ജോലിയിലേക്ക് കൊണ്ടെത്തിക്കണം. അതല്ലെങ്കിൽ ഈ പലചരക്ക് കട, സൂപ്പർ മാർക്കറ്റോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ പഠിപ്പ് വേണം, പഠിക്കണം. അത് തൻ്റെ ജീവിതത്തിലെ പ്രധാന ആവശ്യമെന്ന് ആകാശിനെ കൊണ്ട് തോന്നിപ്പിക്കണം. അതിനുവേണ്ടി മീനാക്ഷി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും മീനാക്ഷിയുടെ ആഗ്രഹം പോലെ തന്നെ ആകാശ് സമ്മതിക്കുന്നുണ്ട്. ആകാശ് മീനാക്ഷിനോട് പറയുന്നുണ്ട് പരീക്ഷ എഴുതി പാസ്സാവാം, പരീക്ഷ എഴുതാൻ നിൻ്റെ ആഗ്രഹം പോലെ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ മീനാക്ഷി പിണങ്ങിയപ്പോൾ ആകാശ് അങ്ങനെയൊക്കെ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കടയിൽ നിന്ന് പോകാനോ കടയിൽ ലീവ് കൊടുക്കാനോ ഒന്നും ബാലൻ സമ്മതിക്കില്ല. ഇനിയൊരു പഠിപ്പ് അത് വേണ്ട എന്നാണ് ബാലൻ്റെ തീരുമാനമായത്. ഇപ്പോൾ കളക്ടറെ ആര്യനെ IAS ആക്കാൻ നോക്കിയിട്ട് ആര്യൻ്റെ ജീവിതം കണ്ടില്ലേ, ഡെലിവറി ബോയ് ആയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിനക്കും ഇത് തന്നെ മതി എന്ന് പറഞ്ഞൊരു വാശി പിടിക്കിന്. അനുശ്രീക്ക് മാത്രം ഇനി പഠിപ്പ് മതി, അനുശ്രീ മാത്രം ജോലിക്കാരി ആയോട്ടെ, അങ്ങനെയുള്ളൊരു വാശിമേൽ നിൽക്കുന്ന ബാലനെ ശരിക്കും തറ പറ്റിക്ക് ചെയ്യുന്ന മീനാക്ഷി ആകാശിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ബാലനോട് പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കുന്ന വരെ എനിക്ക് ഇനി ഒരു വിശ്രമമില്ല. അതിൻ്റെ പേരിൽ അച്ഛൻ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷേ ആകാശിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആകാശിനെ ഞാൻ പഠിപ്പിച്ച് ഒന്നിലേക്ക് ജോലി മേടിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു നിലയിൽ എത്തിക്കും എന്ന് നിർബന്ധമായിട്ടും വാശി പിടിക്കുന്ന മീനാക്ഷി നമ്മുടെ ബാലൻ്റെ മുന്നിൽ.